എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അവരുടെ മുഖം മനസ്സിലോർത്ത് ഇതൊന്ന് കാണുക. അവർ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങും. ഇഷ്ട വ്യക്തിയോർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ ഗ്ലാസ്സിൽ തെറിക്കുന്ന ആ കളർ നിറത്തിലുള്ള ജലം ഫയലായി സ്വീകരിച്ചവർ റീഡിങ്ങിലേക്ക് പോകാം. ജീവിതത്തിൽ വളരെ സങ്കീർണതകൾ അനുഭവിക്കുന്നൊരു വ്യക്തി ആണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ ആ വ്യക്തി കടന്നു പോവുകയാണ്. ആ വ്യക്തിക്ക് ചുറ്റും ആ വ്യക്തിയെ വഴിതെറ്റിക്കാനും ആ വ്യക്തിയെ തെറ്റായ ദിശയിൽ നടത്താനുമായിട്ട് ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട്. ആ ആളുകളുടെ ശ്രമങ്ങൾ, ആ ആളുകളുടെ പ്രവൃത്തികൾ, അതെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ്, നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ആ വ്യക്തിയെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാതെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വ്യക്തിയുടെ ശുദ്ധ മനസ്സുകൊണ്ട് നിങ്ങൾ അവരെയൊക്കെ അംഗീകരിക്കുന്നു. നിങ്ങളുടെ വ്യക്തി അവരെയൊക്കെ അംഗീകരിക്കുന്നു. അവർക്ക് നൽകേണ്ടതെല്ലാം കൃത്യമായിട്ട് നൽകുന്നു. പക്ഷേ ചില സാഹചര്യങ്ങളിൽ, ചില വിഷയങ്ങളിൽ കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കുന്നതിനോ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനോ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ചിലർ ബോധപൂർവമായി ശ്രമിക്കുന്നുണ്ട്. അവർ അതിനുവേണ്ടി നിങ്ങളുടെ വ്യക്തിയെ ഒരു മായാലോകത്താക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിയെ ചില തെറ്റായ സിദ്ധാന്തങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. നിങ്ങളിൽ നിന്ന് അകറ്റുകയാണ് അവരുടെ ലക്ഷ്യം. ജീവിതം ആർത്തുല്ലസിക്കാനുള്ളതാണെന്നും അടിച്ചു പൊളിക്കാനുള്ളതാണെന്നും ഒന്നും നോക്കേണ്ടതൊന്നും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് നിങ്ങളുടെ ശത്രുക്കളെത്തുന്നു. അവർ പണമെറിഞ്ഞും സ്വാധീനിച്ചും മറ്റു രീതിയിൽ ഭയപ്പെടുത്തിയും ആ വ്യക്തിയെ സ്വന്തമാക്കാനോ ആ വ്യക്തിയെ മാറ്റിയെടുക്കാനൊക്കെ ശ്രമിക്കുന്നു. അവരുടെ ഉദ്ദേശം നല്ലതല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ തെറ്റായ ദിശയിൽ നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അവർ നിങ്ങളെ ചതിക്കുഴിയിൽ വീഴ്ത്താൻ നോക്കുന്നു. നിങ്ങളുടെ നല്ല മനസ്സ്, നിങ്ങളുടെ വ്യക്തിയുടെ നല്ല മനസ്സ് നിങ്ങളിലേക്ക് മാത്രമേ നയിക്കപ്പെടുകയുള്ളൂ. നിങ്ങളുടെ വ്യക്തിയുടെ നല്ല മനസ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ വ്യക്തിയെ വലിയ പ്രതിസന്ധിയിലാക്കാനായിട്ട് ചിലർ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ അവരിലുണ്ടാകും. നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ എന്നേക്കും അകറ്റാനുള്ള ചില തന്ത്രങ്ങളും മനസ്സിൽ ആ അകൽച്ച തുടങ്ങാനുള്ള കിംവദന്തികളും നുണകളും ഒക്കെ പറഞ്ഞു പരത്തുന്നു. അങ്ങനെ പണം എറിഞ്ഞും സ്വാധീനിച്ചും നിങ്ങളുടെ വ്യക്തിയെ ഇല്ലാതാക്കാനും നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കി കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നു. പക്ഷേ അവർ വിജയിക്കില്ല. നിങ്ങൾ മാത്രമായിരിക്കും വിജയിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് തന്നെ ഉള്ളതാണെന്നും ആ വ്യക്തിയിലൂടെ സ്നേഹവും സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ ഫയൽ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ ഒരിറ്റ സ്നേഹത്തിന് വേണ്ടി ആ വ്യക്തി കാത്തു നിന്ന ഒരുപാട് സമയമുണ്ടായിരുന്നു. പക്ഷെ ആ വ്യക്തിയിൽ ഒരുപാട് മാറ്റം ഉണ്ടായിരിക്കുന്നു. ആ വ്യക്തി ഏതർത്ഥത്തിലാണ് നിങ്ങളുടെ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകിയിരുന്ന സ്നേഹം എടുത്തു കളഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സ്നേഹം, നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം, അവ ഇല്ലാതാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. അവരുടെ ശ്രമങ്ങൾ വഴിതെറ്റിക്കൽ തന്നെയാണ്. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റുക. നിങ്ങളുടെ വ്യക്തി എന്തിനാണ് അവരങ്ങനെ അകറ്റുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ അവർ ആഗ്രഹിച്ചിരുന്നു കാണാം നിങ്ങളുടെ വ്യക്തിയെ. അവർ ചില കോമാളി വേഷങ്ങൾ കെട്ടുന്നു. അവർക്കൊന്നും അറിഞ്ഞുകൂടെങ്കിലും അവർ നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഒന്നും തികഞ്ഞവരല്ലാതിരിക്കെ തന്നെ അവരെല്ലാം തികഞ്ഞവരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നു. നിങ്ങളുടെ വ്യക്തിയിൽ അധികാരം സ്ഥാപിച്ച് ഭയപ്പെടുത്തിയോ നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കിയെടുക്കാൻ അവർ ശ്രമിക്കുന്നു. അവരുടെ ശ്രമങ്ങൾ വലിയ ദൂഷ്യമുണ്ടാക്കുന്നതാണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് സൂക്ഷ്മതയോടെ മുന്നോട്ട് പോവുക. പക്ഷെ ഒരിക്കലും അവർക്ക് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. അത് യാഥാർത്ഥ്യമാണ്.
അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യമെന്ത്, യാഥാർത്ഥ്യമല്ലാത്തതെന്തെന്ന് കണ്ടുപിടിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സ്വല്പം പ്രയാസമുള്ളതാണ്. കാരണം നിങ്ങളെ ഒഴിവാക്കി, നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ അതിനുവേണ്ടി പല അടവുകളും പയറ്റുന്നുണ്ട്. നിങ്ങളെ അല്ല അവർ സമീപിക്കുന്നത് കൂടുതലായിട്ട് നിങ്ങളുടെ വ്യക്തിയെയാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ചില അറിവില്ലായ്മകളും എടുത്തുചാട്ടങ്ങളും അവർ ഉപയോഗിക്കുന്നു. അങ്ങനെ എടുത്ത് ചാടിയ പെരുമാറ്റങ്ങളിൽ നിന്നൊക്കെ ഉള്ള വീഴ്ചകൾ കൊണ്ട് നിങ്ങളെ ഇല്ലാതാക്കാനും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റുവാനും അവർ ശ്രമിക്കുന്നു. അത് അവരുടെ ഒരു സിദ്ധാന്തമാണ്, അവരുടെ ഒരു രീതിയാണ്. അതിൽ നിങ്ങൾ തളരേണ്ട. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതെ ഒരിക്കലും കടന്നു പോകാൻ കഴിയില്ല. ആരൊക്കെ വന്നു പോയാലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ജീവിതത്തിൽ ഏറ്റവും പോസിറ്റിവിറ്റി നിങ്ങൾക്ക് നൽകിയത് നിങ്ങളുടെ വ്യക്തിയാണ്. നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുക, മുന്നോട്ട് പോവുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതിരിക്കാനായിട്ട് 18 അടവും പയറ്റി ആളുകൾ വരും. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്കൊരു തകർച്ചയുണ്ടാവില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.